പൊതുവിദ്യാഭ്യാസ രംഗത്ത് പുതിയ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ മുതൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പല പല പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചു. പക്ഷേ പല പരിഷ്കാരങ്ങളും യഥാർത്ഥത്തിൽ വേണ്ട വിധം പൊതുസമൂഹം സ്വീകരിച്ചില്ല എന്നതാണ് അതിൻ്റെയൊക്കെ ബാക്കി പത്രം. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്ന ഒരു പരിഷ്കാരമാണ് കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത്. അതായത് സ്കൂളിന്റെ പഠന സമയം പുനഃക്രമീകരിച്ച് രാവിലെയും വൈകിട്ടും 15 മിനിറ്റുകൾ കൂട്ടിക്കൊണ്ട് അധ്യയന സമയത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് അദ്ദേഹം പറയുന്നതും അവകാശപ്പെടുന്നതും വിദ്യാർത്ഥികളുടെ സമഗ്രമായ വ്യക്തിത്വ വികസനത്തിന് ഇത് ആവശ്യമാണ്. ശാരീരികവും മാനസികവുമായിട്ടുള്ള വ്യക്തിത്വ വികസനം വേണം. അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾ അവരെ വഴിവിട്ട് പോകുകയില്ല. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ പോകുന്നത് തടയാനായി സാധിക്കും എന്നൊക്കെയുള്ള പല ഉദാത്തമായ ലക്ഷ്യങ്ങളോടുകൂടിയൊക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പരിഷ്കാരങ്ങൾ വരുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ പരിഷ്കാരം കേരളത്തിലെ പോലെ വളരെ സമ്മിശ്രമായ സങ്കീർണമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാവരും അതേപടി അത് സ്വീകരിക്കാനായി തയ്യാറായിട്ടില്ല എന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഇങ്ങനെ സമയം ദീർഘിപ്പിക്കുന്നത് കൊണ്ട് ചില കുട്ടികളുടെയൊക്കെ മതപഠശാലകളിലെ പഠനത്തെ ബാധിക്കുന്നുവെന്ന ഒരു പരാതി വന്നിരിക്കുന്നു. മതപഠനശാലകളിലൊക്കെ കുട്ടികൾ ചിലരൊക്കെ പ്രത്യേകിച്ച് മലബാർ മേഖലയിലൊക്കെ രാവിലെയും വൈകിട്ടും ഒക്കെ സ്കൂൾ സമയം കഴിഞ്ഞ് പങ്കെടുത്തിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ മതങ്ങളുടെ അനുശാസന പ്രകാരം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ മതപാഠശാലകളിലെ പഠനത്തെ ഈ സ്കൂളുകളിലെ സമയമാറ്റം ദോഷകരമായി ബാധിക്കുന്നു, അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്നു എന്ന ഒരു പരാതിയാണ് ഇപ്പോൾ സമസ്ത പോലുള്ള സംഘടനകൾ ഇപ്പോൾ ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. അവർ ഈ സമയമാറ്റത്തെ ഈ രാവിലെയും വൈകുന്നേരവും 15 മിനിറ്റ് വീതം ദീർഘിപ്പിക്കുന്നതിനോട് അവർക്ക് യോജിപ്പില്ല. അത് പാടില്ലാതെ ഞങ്ങളുടെ കുട്ടികൾക്ക് അവരുടെ പഠനത്തിനൊക്കെ വളരെ ദോഷം ചെയ്യുന്നു, അവർക്ക് വേണ്ട രീതിയിൽ സമയം കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപമുണ്ട്. കാരണം ചില ശനിയാഴ്ചകൾ പോലും പഠന ദിവസങ്ങളാക്കിയിരിക്കുന്നു. അങ്ങനെ വളരെ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ് അവരിപ്പോൾ പരാതി രൂപത്തിൽ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിനിടയിലാണ് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു പരിഷ്കാരം ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മുന്നോട്ട് കൊണ്ടുവച്ചത്. അതായത് വിദ്യാർത്ഥികളുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാരീരികമായ വളർച്ചയ്ക്കും മാനസികമായ ഉല്ലാസത്തിനും സൂംബെ ഡാൻസ് എന്ന് പറയുന്ന ഒരു നൃത്തരൂപം ആവിഷ്കരിക്കാനും നടപ്പാക്കാനുമായി തീരുമാനിച്ചു. ഈ സൂംബ ഡാൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആഫ്രിക്കൻ രാജ്യത്തുള്ള ഒരു സാധാരണ രീതിയിലുള്ള ഒരു നൃത്തരൂപമാണ്. അത് കായികമായി ആളുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്നതാണ് എന്നൊക്കെയാണ് അതിന്റെ കണ്ടെത്തൽ നടത്തിയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അത് കണ്ടെത്തിയ ആളുകൾ പറയുന്നത്. അതിന്റെ പ്രായോഗികതയൊന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അതൊരു ശാരീരികമായ വ്യായാമം എന്ന രീതിയിൽ മാത്രം കാണുമ്പോൾ സ്വാഭാവികമായി അതിന് പ്രയോജനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ വിരുദ്ധാഭിപ്രായമില്ല. എന്നാൽ ആ നൃത്തത്തിനൊക്കെ സംഗീതം അകമ്പടിയുണ്ട്. അതൊക്കെ ചില ആധുനിക സംഗീത നൃത്തവുമായി താരതമ്യമുള്ളത് കൊണ്ട് അത് അത്ര അംഗീകരിക്കാവുന്നതല്ല എന്ന രീതിയിൽ ഒരു വിമർശനം ശക്തമായി പ്രത്യേകിച്ച് ചില മതസംഘടനകൾ ഉന്നയിച്ചു. തങ്ങളുടെ വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് നേരിയ തോതിൽ ഒരു ഭീഷണിയൊക്കെ വരുത്തി. എന്തായാലും അത് തൽക്കാലത്തേക്ക് ഒരു ശമനം വന്നിട്ടുണ്ട്. അതിനകത്ത് ദുരുദ്ദേശമൊന്നുമില്ല, ഉദ്ദേശശുദ്ധിയെ മാനിക്കണം. അത് കുട്ടികളുടെ ഈ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിന് വേണ്ടി കൂടി ചെയ്യുന്നതാണ് എന്നൊക്കെ ന്യായീകരണമൊക്കെ പറഞ്ഞുകൊണ്ട് ഏതാണ്ട് തൽക്കാലം അതിന് അല്പം ശാന്തത വന്നിട്ടുണ്ട്. അത് യോഗയുടെ ഭാഗത്തും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് യോഗ പരിശീലിക്കുന്നത് പോലെ ഇത് ഒരു പരിശീലനമായി കാണണം എന്നൊക്കെ പറഞ്ഞ് താൽക്കാലികമായി അതിന് ഒരു വിരാമം ഇട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സമയമാറ്റത്തിനെതിരായിട്ടുള്ള ചില പരാതികൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത്
ഈ രാവിലത്തെ 15 മിനിറ്റ് എന്നുള്ളത് മാറ്റി അത് വൈകുന്നേരത്തെ 15 മിനിറ്റിനോടുകൂടി ചേർത്ത്, അതായത് അരമണിക്കൂർ ഉച്ചയ്ക്ക് ഈ വൈകുന്നേരത്തെ പഠനത്തിന് ശേഷം കൂട്ടിച്ചേർക്കുന്നതായിരിക്കും ഉചിതം എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതിന്മേൽ തീരുമാനമെടുത്തിട്ടില്ല. ഏതായാലും ചർച്ചകൾക്ക് വിദ്യാഭ്യാസ മന്ത്രി തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പരാതി കൊടുത്ത ആളുകളുമായി അദ്ദേഹം താമസിയാതെ ചർച്ച നടത്തും. ചർച്ച നടത്തി ഏതായാലും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും എന്ന് തന്നെ വേണം എന്നും കരുതാൻ. എന്തായാലും ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, ഈ വിദ്യാഭ്യാസ മേഖലയെ ഇങ്ങനെ പരീക്ഷണങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഭരിക്കുന്ന മന്ത്രിമാരുടെ ഇംഗിതമനുസരിച്ചും അവർക്കുണ്ടാകുന്ന ഉൾവിളി അനുസരിച്ചും ആകെ കൂടെ തകിടം മറിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല. ഈ തരം പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ ന്യായമായി ചെയ്യേണ്ടത്, ഇത് പൊതുസമൂഹത്തിൽ പ്രാതിനിധ്യമുള്ള ആളുകൾ, രക്ഷിതാക്കളുണ്ട്, മാനേജർമാരുണ്ട്, മുതിർന്ന വിദ്യാർത്ഥികളുണ്ട്, അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. ഇവരുമായിട്ടൊക്കെ വേണ്ട രീതിയിൽ ചർച്ച ചെയ്ത് ഗൃഹപാഠം നടത്തി മാത്രമേ ഇത്തരം പരീക്ഷണങ്ങൾ കൊണ്ടുവരാവൂ. അല്ലാതെ പരീക്ഷണങ്ങൾക്ക് വേണ്ടി പരീക്ഷണങ്ങൾ കൊണ്ടുവന്ന് വിദ്യാഭ്യാസ രംഗത്തെ തകർക്കുന്നത് ഒരിക്കലും ശരിയല്ല. അങ്ങനെയല്ല വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തേണ്ടത്. ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. കലാശാലകളും ആ കലാപശാലകളായി മാറിയിരിക്കുന്നു. അവിടുത്തെ പ്രവർത്തനം, ഭരണരംഗമൊക്കെ സ്തംഭിച്ചു കിടക്കുന്നു. ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പ്രശ്നങ്ങൾ നിരവധിയാണ്. അപ്പോൾ അതൊക്കെ പരിഹരിക്കുന്നതിന് പകരം പാഠ്യക്രമം പരിഹരിക്കേണ്ടതുണ്ട്, അധ്യാപന സമ്പ്രദായം മാറ്റേണ്ടതുണ്ട്, പരീക്ഷാ രീതിയും മൂല്യനിർണയവും മാറ്റേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലായിരിക്കണം ഗവൺമെന്റിന്റെ ശ്രദ്ധ. അല്ലാതെ ഗവൺമെന്റിന്റെ ശ്രദ്ധ ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങളിൽ പുലർത്തി ഒരു അഭിപ്രായ വ്യത്യാസവും കൂടുതൽ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും യോജിച്ചതല്ല. അത് ഗുണത്തെക്കാൾ ഏറെ ദോഷമേ ചെയ്യുകയുള്ളൂ എന്നതാണ് പരമമായ യാഥാർത്ഥ്യം. അതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം കുറെ കൂടെ മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ സമയമാറ്റം എന്ന് പറയുന്ന പ്രക്രിയ കൊണ്ട് മെച്ചപ്പെടില്ല. എല്ലാ തരത്തിലും സമഗ്രമായിട്ടുള്ള ഒരു സമീപനം, പരീക്ഷാ സമ്പ്രദായം മുതൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നത് മുതൽ അധ്യാപന രീതി മുതൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ സംരക്ഷണം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾ ഭരണകർത്താക്കൾ കൊണ്ടുവരാൻ. ഏകപക്ഷീയമായി കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങൾ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും, ഇല്ലാത്ത പ്രശ്നങ്ങൾ കൂടുതൽ സൃഷ്ടിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് ഈ സമയമാറ്റത്തെക്കുറിച്ച് ഒരു തുറന്ന മനസ്സോടുകൂടി പരാതിയുള്ളവരും സർക്കാരും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നുകൊണ്ട് ചർച്ച ചെയ്ത് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം എന്നാണ് പൊതുസമൂഹം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്.